എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അനിയോട് നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാതെ വരുമ്പം ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് നവീന്. അതുകൊണ്ടാണ് നവീൻ ചോദിക്കുന്നത്, ഇനി നിനക്ക് അവളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ, അതുകൊണ്ടാണോ നീ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെന്താടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാണ് അനി ചോദിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നിനക്കിത് നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യമായിരുന്നു, നീ അങ്ങനെ ചെയ്യുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ സംശയിക്കുവാണെങ്കിൽ ഞാൻ ഇനി ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയും. അന്നേരം നവീൻ പറയും, എടാ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, നിനക്ക് വേണേൽ നന്ദുവിനോട് തുറന്നു പറയായിരുന്നു, അല്ലെങ്കിൽ നന്ദുവിൻ്റെ 2 ചേച്ചിമാർ നിൻ്റെ വീട്ടിലല്ലേ ഉള്ളത്, മൂത്തയാൾ ഇത്തിരി കുഴപ്പക്കാരിയാണ് എന്ന് എനിക്കറിയാം, എങ്കിലും നിനക്ക് നയനോട് കാര്യങ്ങളൊക്കെ പറയാമായിരുന്നല്ലോ എന്ന് പറയുമ്പം അനു പറയുന്നുണ്ട്, ഞാൻ ഏട്ടത്തിയോട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറില്ല, പിന്നെ നന്ദുവിന് ഇഷ്ടമാണോ എന്ന് അറിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവരോട് പറയേണ്ടത്, അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നവീൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഇനി നീ തന്നെ ഇത് സോൾവ് ചെയ്താൽ മതി, പിന്നെ ഇതിങ്ങനെ ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകരുത്, ഇനിയിപ്പം നന്ദുവിന് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇത് നമുക്കൊന്ന് അറിയണം, അതിനുള്ള കാര്യങ്ങൾ നീ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അങ്ങ് എഴുന്നേറ്റ് പോകുന്നു. ആകെ വിഷമിച്ചിരിക്കുവാണ് ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ. പിന്നെ കാണിക്കുന്ന ആദർശിനെയും നയനെയാണ്. രണ്ടുപേരും റെഡിയായി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. നയന ചുരിദാറൊക്കെ ആയിട്ട് ഇട്ടേക്കുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നയന ചുരിദാർ ഇട്ടപ്പോൾ ഇത്തിരി പ്രായം കുറഞ്ഞു എന്ന്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം ആദ്യം കണ്ട ആ സമയത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ഇന്നത്തോടു കൂടി നമ്മുടെ നാടകമൊക്കെ പൊളിയുമോ എന്ന്. അന്നേരം ആദർശ് പറയും, ഇല്ലെന്നേ, ഇവിടെ അപ്പച്ചിയും അതുപോലെ അഭിയും നവിയും ഒക്കെ ബെഡ് കണ്ട ഉറങ്ങുക, അന്നേരം ചത്ത് കിടന്ന് ഉറങ്ങുന്നവരാ, അതുകൊണ്ട് അവർ എഴുന്നേറ്റ് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിത് പൊളിക്കാനിരിക്കുന്ന നാടകമാണല്ലോ, അതുകൊണ്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വാതിൽ തുറന്നിട്ട് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് രണ്ടുപേരും പോകുന്നത്. അവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ദേവയാനി. അന്നേരം ഇതെന്താ അമ്മ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുവാണ്, അതല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത് എന്ന്. അന്നേരം, അയ്യോ അമ്മ ഇങ്ങനെ ഉറക്കളിച്ചിരിക്കണ്ടായിരുന്നു, കയറി കിടന്ന് ഉറങ്ങിക്കോളാൻ മേലായിരുന്നോ, ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയേനല്ലോ എന്ന് പറയുമ്പോൾ, അത് സാരമില്ല എന്ന് പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഏതായാലും അമ്മ ഉറങ്ങാതിരുന്നു, എങ്കിൽ ഞങ്ങളുടെ കൂടെ വാ, നമുക്കൊന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് വരാമെന്ന്. അന്നേരം ദേവേനെ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരോടെ പോകാനല്ലേ പ്ലാൻ ചെയ്തത്, ആ സ്ഥിതിക്ക് അതിനിടയ്ക്ക് ഞാൻ വലിഞ്ഞു കയറി വരുന്നില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് പറയും നയന. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്താണെങ്കിലും ഞാൻ കൂടെ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. പിന്നെ ഞാൻ ഇന്നും കേട്ടു ജലജയും അഭിയും കൂടി സംസാരിക്കുന്നത്, നീ ജയിലിൽ കിടക്കുന്നത് ഏതായാലും നന്നായി, അവനോട് ചെയ്തതിൻ്റെയൊക്കെ തിരിച്ചടിയാണ് നിനക്ക് കിട്ടിയത്, കുറച്ച് നാൾ അവിടെ കിടക്കട്ടെ, ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത് നല്ലത് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അങ്ങനെ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് നീ ജയിലിൽ കിടക്കുവാണ് എന്ന് കരുതി. നവി അതുപോലെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് അവർ കുറച്ചുകൂടി സന്തോഷിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം പൊട്ടിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും രണ്ടുപേരോടുകൂടെ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നു. ഒരുപാട് സന്തോഷത്തോടെ അവർ പുറത്തേക്ക് പോകുന്നത് നോക്കി നിൽക്കുക കേട്ടോ ദേവയാനി. പിന്നെ പോകുന്നതിനിടയ്ക്ക് ആദർശനോട് നയന പറയുന്നുണ്ട്, ആദർശ് ജയിലിലായാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു നയനയ്ക്ക്, അതുപോലെ വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ശ്വാസം മുട്ടലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, അവരൊക്കെ ഉണ്ടായിട്ട് നിനക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ആരൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അവർ നേരെ ഒരു ജ്യൂസ് കടയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഒരു ജ്യൂസൊക്കെ പറയുന്നു. അത് കിട്ടി കഴിയുമ്പം അത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പം നയന പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം കേട്ടോ, അമ്മ ചിലപ്പോൾ ഉറക്കളിച്ച് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, ഉറങ്ങാതെ ഇരിക്കും എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ, അമ്മയോട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ പോകുന്നത്, അതുകൊണ്ട് അമ്മ കിടന്ന് ഉറങ്ങുമായിരിക്കും എന്ന് പറയുമ്പോൾ, അമ്മ ചിലപ്പം കാത്തിരിക്കും, അതുകൊണ്ട് നമുക്ക് പോകണം ആദർശേട്ടാ എന്ന് പറയുവാണ്. അന്നേരം ആദർശ് പറയുവാണ്, അമ്മയ്ക്ക് നീ എത്രയും പെട്ടെന്ന് ഒരമ്മയായി കാണണമെന്ന ആഗ്രഹമുണ്ട്, അതിൻ്റെ ടെൻഷനും ഒരു വെപ്രാളമൊക്കെ അമ്മയുടെ മുഖത്തുണ്ട് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അത് മാത്രമല്ല ഞാൻ അമ്മയ്ക്ക് കരൽ കൊടുത്തേ പിന്നെ അമ്മ എന്നെ ശരിക്കും ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന പോലെയാണ് കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയുക. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അനാമികയും വേണുവും കൂടെ വന്നുണ്ട്. അവർ വന്നിട്ട് ഇപ്പോൾ ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെയാണ് പച്ചക്കറിയൊക്കെ മേടിക്കുന്നത്. അന്നേരം അനാമിക ചോദിക്കും, ഇവിടുന്ന് മേടിക്കണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം അനാമിക ചോദിക്കും, ഇവിടെയും കടം പറയാനാണോ ഉദ്ദേശമെന്ന്. അന്നേരം കടം പറയുന്നൊന്നുമില്ല, ഇതെനിക്ക് പരിചയമില്ലാത്ത കടയാണ്, അവിടെ വിലക്കുറവാണ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത്, പിന്നെ ഞാൻ ഓരോന്ന് മേടിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുവാണെങ്കിൽ അടിച്ചു മാറ്റിക്കോ എന്ന് പറയുക. അന്നേരം അനാമിക പറയുവാണ്, അവിടുന്ന് ഒരു സാരിയും കൂടെ എടുക്കേണ്ടതായിരുന്നു എന്ന്. എന്തൊക്കെയോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഏതായാലും ഇറങ്ങി വന്ന് കടയിലേക്ക് ഓരോന്ന് പറയുന്ന സമയത്ത്
ആദർശ് കാണുന്നുണ്ട് ഇവരെ. ആദർശ് ദേ അനാമികയും അവളുടെ അച്ഛനോട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ആദർശേട്ടാ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ജ്യൂസ് കൂടിയൊക്കെ നിർത്തി പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവർ പെട്ടെന്ന് അവിടെ നിന്ന് തിരിയുന്നത് വേണു കാണുന്നുണ്ട്. അന്നേരം വേണു അനാമികയുടെ അടുത്ത് എന്നിട്ട് എടേ ഇതേ നിൽക്കുന്നത് നയനയും ആദർശവും അല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അനാമിക അങ്ങോട്ട് നോക്കുന്ന സമയത്തേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് മാറുവാണ് ആദർശും നയനയും. അവർ നേരെ വണ്ടിയിലേക്ക് കയറുന്നു. പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ വേണു ഓടി വരുന്നേക്കും വണ്ടി അങ്ങ് എടുത്ത് പോകും കേട്ടോ. അന്നേരം ശരിക്കും കണ്ടില്ല, ഒരു ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. അപ്പോൾ ഒരു സംശയം ആദർശും നയനയും തന്നെയാണോ? ഇപ്പോൾ ആദർശ് ജയിലിലാണെങ്കിൽ നയനയുടെ കൂടെ ആദർശ് വരില്ലല്ലോ എന്നൊക്കെ സംശയം. പിന്നെ വേണു ഒരു പൊട്ടനായതുകൊണ്ടാണ്. കാരണം ആദർശും നയനയും കയറിപ്പോയത് അനന്തപുരിയിലെ ആ കാറിലാണ്. അയാൾ ഒരു 100 വട്ടം കണ്ടിട്ടുള്ളതാണ് ആ കാറ്. അപ്പോൾ തന്നെ അയാൾക്കത് വേണമെങ്കിൽ ഉറപ്പിക്കാവുന്ന കാര്യമുള്ളൂ ആദർശും നയനയാണെന്ന്. എന്നിട്ടും അങ്ങനെ അവിടെ സംശയിച്ച് നിൽക്കുക അത് ആദർശും നയനയും തന്നെയാണോ എന്ന്. എന്നിട്ട് അനാമികയോട് വന്ന് ഈ കാര്യം പറയുമ്പം അനാമിക അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവർ ജ്യൂസ് കുടിച്ചത് ആ കടയിൽ നിന്നല്ല, അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറയും. അങ്ങനെ അവരവിടെ പോയി ചോദിക്കുവാണ്. ജ്യൂസ് കടയിൽ നിൽക്കുന്ന ആ പയ്യനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോയ ആൾക്കാരെ അറിയുമോ എന്ന്. അന്നേരം ആ പയ്യൻ പറയുന്നുണ്ട് ഇല്ല, അവർ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് എന്ന്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾക്ക് പരിചയമുള്ള 2 പേരാണോ എന്ന് സംശയം തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പം അവൻ പറയുന്നുണ്ട് അവർ പെട്ടെന്നാലോ ഇവിടുന്ന് പോയത്, ജ്യൂസ് കുടിച്ചതിൻ്റെ പൈസ തന്നു പക്ഷേ ബാലൻസ് പോലും മേടിച്ചില്ല, അവർ പെട്ടെന്ന് പോയി എന്ന് പറയും. അന്നേരം പിന്നെയും സംശയമാവുക കേട്ടോ അനാമികയ്ക്കും വേണുവിനും. പിന്നെ അവർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോരുന്നു. ഈ സമയം വണ്ടിയിൽ പോകുന്ന ആദർശനും നയനയ്ക്കും ഭയങ്കര ടെൻഷൻ. ആദർശന് അത്രയും ടെൻഷനില്ല, പക്ഷെ നയനയ്ക്ക് ഭയങ്കര ടെൻഷൻ. അവർ നമ്മളെ കണ്ടു കാണുമോ ആദർശേട്ടാ, ഇനി എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കണ്ടു കാണിയല്ല, അതിനു മുമ്പ് നമ്മൾ വണ്ടിയിൽ കയറി പോകുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട് എങ്കിൽ ഇനി നമുക്ക് കറങ്ങാനൊന്നും പോകണ്ട, വീട്ടിലേക്ക് പോകാമെന്ന്. അന്നേരം ആദർശ് പറയും ഇതൊക്കെ ഒരു രസമല്ലേ, കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട ആദർശേട്ടാ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ് നയന. അങ്ങനെ അവർ വീട്ടിലോട്ട് തിരിച്ചു പോകാം കേട്ടോ. ഈ സമയം വീട്ടിൽ പോയിരുന്ന അനാമികയും വേണുവും അങ്ങനെ ചർച്ച ചെയ്യുക, ഇനി അത് ആദർശ് തന്നെയാണോ, ഇവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ആദർശ് ഇനി നാട്ടിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർക്ക് ഭയങ്കര സംശയം. അന്നേരം അനാമിക പറയുന്നുണ്ട് ശരിക്കും ആദർശ് ജയിലിലാണ് എന്ന് കരുതി നമ്മളെല്ലാം സന്തോഷിക്കുന്നത് അവർക്കറിയാം, അതുപോലെ നമ്മളെക്കാൾ സന്തോഷമുണ്ട് അഭിയേട്ടനും നവ്യേട്ടത്തിക്കും ഒക്കെ. ഇനിയിപ്പോൾ അവരവിടെ ഒളിച്ചിരുന്നിട്ട് നമ്മുടെ സന്തോഷം കണ്ട് ചിരിക്കുവാണോ എന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം അഭിയേട്ടനെ അറിയാതിരിക്കുകയല്ലോ ആദർശ് വന്നാൽ, അതുകൊണ്ട് വിളിച്ചു നോക്കാമെന്ന് പറയുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് ഒരു മടിയൊക്കെയാണ്. പക്ഷേ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് ഇപ്പം 10-11 മണിയല്ലേ ആയോളൂ, വിളിച്ചു ചോദിക്കുക, ചിലപ്പോൾ നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടി ആ ആദർശ് നാട്ടിൽ വന്നിട്ട് മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് പറഞ്ഞു കളഞ്ഞു കേട്ടോ. ഏതായാലും വേണു വിളിക്കുവാണ് അബിയെ. അപ്പം അബിയും നവ്യയും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അന്നേരം നവ്യ ഈ രാത്രിയിൽ ആരാ ഈ വിളിക്കുന്നതെന്ന്, ഏതേലും ഉറക്കം കൊല്ലികളായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അബി ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത് വേണു എന്ന് കാണുന്നതേ നവ്യ ചോദിക്കുന്നുണ്ട് ഇയാൾ എന്തിനാ ഇപ്പോൾ ഈ സമയത്ത് അബിയെ വിളിക്കുന്നത് എന്ന്. അന്നേരം എടി അനന്തപുരിക്കാരുടെ ശത്രുക്കളെ നമ്മൾ എന്തിനാ വെറുപ്പിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്കിളിനെ വിളിക്കാറൊക്കെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ എന്താ അങ്കിളെ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് നാട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇങ്ങനെ സംശയിച്ച് നിൽക്കും അബി. അതെന്താ അങ്കിളെ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം പറയുവാണ് അല്ല ഞാനും അനാമികയും കൂടി ഇന്ന് ഒരു തട്ടുകടയിൽ കയറിയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ജ്യൂസ് കടയിൽ നിന്നത് ആദർശം നയനയാണോ എന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതായെന്ന് പറയുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് ദുബായിൽ ജയിലിൽ കിടക്കുന്ന അവൻ അത്ര പെട്ടെന്നൊന്നും നാട്ടിലേക്ക് എത്തില്ല എന്ന് പറയുമ്പം വീണ്ടും സംശയം വേണുവിന്. വേണു പറയുക അതെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ നയന റൂമിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക, നവ്യയ്ക്ക് വേണമെങ്കിൽ പോയി ഒന്ന് നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നയന റൂമിലില്ലെങ്കിൽ ഞങ്ങൾ കണ്ടത് സത്യമാണെന്ന് അങ്ങ് ഉറപ്പിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഒന്ന് ചെയ്യുക എന്ന് പറയും. എന്നാൽ ഞങ്ങൾ ഇപ്പം തന്നെ നോക്കാം എന്ന് അബി പറയുന്നുണ്ട്. അന്നേരം വേണു പറയുന്നുണ്ട് അവൻ അവിടെ ഇല്ല എങ്കിൽ എന്നെ തിരിച്ച് വിളിക്കുമൊന്നും വേണ്ട, അല്ലെങ്കിൽ വിളിച്ചേക്കണേ എന്ന് പറയുമ്പം തിരിച്ച് വിളിക്കേണ്ട ആവശ്യമൊന്നും വരികയില്ല അങ്കിളെ, അവൻ അങ്ങനെയൊന്നും അവിടുന്ന് രക്ഷപ്പെടുകയില്ല എന്ന് അബി പറയുന്നുണ്ട്. ഏതായാലും ഫോൺ വെച്ച് കഴിഞ്ഞ് ഈ കാര്യം അബി നവ്യയോട് പറയുന്നു. അന്നേരം നവ്യ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ മാറ്റാമല്ലോ, ഞാൻ അവളുടെ റൂമിൽ വരെ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് നവ്യ അവിടുന്ന് പോകുന്നു. അങ്ങനെ നയനയുടെ റൂമിൽ തട്ടുവാട്ടോ. 2 പ്രാവശ്യം തട്ടിക്കഴിയുമ്പോഴേക്കും നയന വന്ന് റൂം തുറക്കുന്നു. അന്നേരം ഇച്ചിരി സംശയത്തോടെ നവ്യ റൂമിൻ്റെ അകത്തേക്ക് കയറി ഇങ്ങനെ നോക്കുക ചുറ്റും. അന്നേരം എന്താ ചേച്ചി എന്നെ നീ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് ഈ റൂമിൽ ഞാൻ ആരെ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല എന്ന്. അതെന്താ നീ അങ്ങനെ പറയുന്നേ എന്ന് ചോദിക്കുവാണ് നവ്യ. അന്നേരം നയന പറയുന്നുണ്ട് അല്ല ചേച്ചിയുടെ ഈ രാത്രിയിലുള്ള വരവും ഈ നോട്ടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയുവാണ്. അന്നേരം നവ്യ തിരിച്ചു ചോദിക്കും ഞാൻ 2 തവണ തട്ടിയത്തേക്ക് നീ വന്ന് വാതിൽ തുറന്നല്ലോ, അതെന്താ നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ എന്ന്. അന്നേരം നയന പറയും എങ്ങനെ ഉറങ്ങാനാ, ആദർശേൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഉറക്കം പോലും വരാറില്ല എന്നിങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഇങ്ങനെ ഉറങ്ങാതെ ഇരുന്ന് കരഞ്ഞ കുറേ രാത്രികൾ എനിക്കും ഉണ്ടായിരുന്നു, അന്ന് ആരും എന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ല, അതുകൊണ്ട്
അതുകൊണ്ട് നിൻ്റെ കാര്യത്തിലും എനിക്കങ്ങനെ ആശ്വസിപ്പിക്കാനും സങ്കടപ്പെടാനും ഒന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് പറയാനാണോ ചേച്ചി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം അല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചുറ്റും നോക്കിയിട്ട് നവ്യ അങ്ങ് പോവും. നവ്യ ഇറങ്ങി കഴിയുന്നതേ നയന പോയി വാതിലടയ്ക്കുവേ. നവ്യയ്ക്ക് ചെറിയ സംശയമുണ്ട് എങ്കിലും അങ്ങ് റൂമിലേക്ക് പോകും. എന്നിട്ട് റൂമിൽ ചെന്നിട്ട് അഭിയോട് പറയുവാണ്, വെറുതെ ഞാൻ ഈ സമയത്ത് അവളുടെ റൂമിൽ പോയി തട്ടി അവളെ എഴുന്നേൽപ്പിച്ചു. അവൾ ആ റൂമിൽ തന്നെയാണ്, വേറെ ആരും കൂടിയില്ല. എന്തൊരു കഷ്ടമാണ്, ഉറക്കം വെറുതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ കയറി കിടക്കാൻ തുടങ്ങുവാണ്. ഈ സമയം ഇവിടെ നയന വാതിൽ അടയ്ക്കുന്നതേ ആദർശ് ബാത്റൂമിൻ്റെ അവിടുന്ന് ഡ്രസ് ഏരിയയിൽ നിന്ന് ഇറങ്ങി വരും. അന്നേരം നയന പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പോരാന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ചേച്ചി എന്തോ സംശയം വെച്ചാണ് ഇവിടെ വന്ന് നോക്കിയത്. മിക്കവാറും ആ വേണു നമ്മളെ കണ്ടു കാണും. അത് അപ്പം തന്നെ അബിയെ വിളിച്ച് പറഞ്ഞു കാണും. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചെക്കിങ്ങിനായിട്ട് ചേച്ചി വന്നത് എന്ന് പറയുമ്പോൾ അത് ശരിയാ, അതെനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ആദർശ്. ഏതായാലും ഉറക്കം പോയി അവരും ഉറങ്ങാനായിട്ട് കയറി കിടക്കുവാണ്. പിന്നെയും നവ്യ കാണിക്കുന്നുണ്ട്. നവ്യ അബിയോട് പറയുവാണ്, എടാ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് AN ജ്വല്ലറിയിൽ നിനക്കൊരു ജോലി മേടിച്ച് തരണം എന്നുള്ളത്. അങ്ങനെയെങ്കിലും ഇവിടെയുള്ളവരുടെ മുമ്പേ നമുക്ക് ജയിക്കണം എന്നൊക്കെ പറയുമ്പം അബി പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് അത്യാവശ്യം വർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നീ AN ജ്വല്ലറിയുടെ ഒരു മോഡലായി തന്നെ അങ്ങ് വളരണം. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മാനേജർ പോസ്റ്റെങ്കിലും കിട്ടും. അങ്ങനെ നമുക്ക് രണ്ടുപേരുടെ ശമ്പളം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. അപ്പോഴും ഈ അനന്തപുരിയിലെ നമ്മുടെ ഷെയർ നഷ്ടപ്പെടാതെ നോക്കുകയും വേണം. അങ്ങനെ ഒരു 4-5 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജ്വല്ലറിയൊക്കെ ഇടാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അതാണ് എൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് രണ്ടുകൂടെ ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങളൊക്കെ നെയ്ത് വർത്താനം പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.